മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം ആകുന്നില്ല. അതിന് മുമ്പ് തന്നെയാണ് ഇപ്പം മേപ്പാടി ദുരന്തം വന്നത്. അപ്പം ഇത് കാണുമ്പോൾ നമ്മളിങ്ങനെ അടിക്കടി ഈ ദുരന്തം കേരളത്തിൽ വയനാട്ടിൽ കാണുമ്പോൾ മുല്ലപ്പെരിയാറിനേക്കാൾ ഭീകരമാണോ ഈ പശ്ചിമഘട്ടം എന്ന് സാറിന് തോന്നുന്നുണ്ടോ? നമ്മുടെ പരിസ്ഥിതിയുടെ മാലാഖ എന്ന് വിളിക്കുന്ന മാധവ് ഗാഡ്ഗിൽ ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും പറഞ്ഞാൽ അതിനൊന്നും വിലയില്ലല്ലോ, അത് നമുക്ക് ഊഹാപോഹങ്ങൾ പറയാനേ പറ്റുള്ളൂ. പക്ഷേ മാധവ് ഗാഡ്ഗിൽ ജീവിച്ചത് മുഴുവൻ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയാണ്. പരിസ്ഥിതിയെ ഇത്രയധികം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ അദ്ദേഹത്തെ പോലെ വേറെ ആരുമില്ല. രാവിലെ ഉണരുമ്പോൾ മുതൽ കിളികളുടെ ശബ്ദം മുതൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നദികൾ, ഇതിനെക്കുറിച്ച് ആധികാരികമായി അദ്ദേഹം തൻ്റെ ചുറ്റുപാടുകൾ മാത്രമല്ല ഇന്ത്യയൊട്ടാകെയും ലോകമൊട്ടാകെയും നടക്കുന്ന പരിസ്ഥിതി വ്യതിയാനങ്ങൾ പഠിച്ച് അതിന് പരിഹാരം എന്താണ് എന്ന് നിർദ്ദേശിച്ചിട്ട് കാലയവനിയിലേക്ക് പോയ ആളാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത ഒരു വലിയ പഠനമായിരുന്നു വെസ്റ്റേൺ ഗാട്ട്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം. ഇത് എക്കോളജിക്കലി സെൻസിറ്റീവ് മേഖല, അതിലോല പാരിസ്ഥിതിക പ്രദേശമാണെന്ന് അദ്ദേഹം വ്യക്തമായി 2011 അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ എഴുതി സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പത്രപ്രസ്താവനകൾ, പ്രസംഗങ്ങൾ ഒക്കെ നടത്തി കൊണ്ട് പറഞ്ഞതാണ് ഈ 1.5 കോടി ജനങ്ങളുടെയും ജീവനെ അപകടത്തിലാക്കുന്ന വിധത്തിലേക്കാണ് നിങ്ങൾ വെസ്റ്റേൺ ഗാട്ട്സിനെ കൊണ്ടുപോയിരിക്കുന്നത്. അതൊരു മൺകൂന പോലെയാണ് നിൽക്കുന്നത്. അതിനെ നിങ്ങൾ തകർത്ത് കളഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾ ഇതിനെ നശിപ്പിക്കാൻ തുനിയരുതേ. ലോകത്തിലെ ഏറ്റവും വലിയ എക്കോളജിക്കൽ പാർക്കാണ് ഈ നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത്. അത്യപൂർവമായ ജീവജാലങ്ങൾ, പക്ഷികൾ, പിന്നെ സസ്യങ്ങൾ, അത്യപൂർവമായ മരുന്നുകൾ, ഇങ്ങനെ സസ്യത്തിൽ ഉള്ള മരുന്നുകൾ ഒക്കെ കൊണ്ട് സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ ജലസ്രോതസ്സിന്റെ ഒരു അത്ഭുത പ്രവാഹം അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം സമ്പുഷ്ടമായിരിക്കുന്നത് അതുകൊണ്ടാണ്. 44 നദികൾ, ഇതിന്റെ എല്ലാം കാരണം ഈ വെസ്റ്റേൺ ഗാട്ട്സ് ആണ്. പക്ഷെ അതിനെയെല്ലാം തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് വെസ്റ്റേൺ ഗാട്ട്സിനെ കൊണ്ടുപോകുന്നത്. അദ്ദേഹം 3 തിരിക്കണം എന്നതിനെ പറഞ്ഞു. ഈ വെസ്റ്റേൺ ഗാട്ട്സിനെ നിങ്ങൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ 3 ടയർ സിസ്റ്റമാണ് അദ്ദേഹം പറഞ്ഞത്. ഹൈ പ്രയോറിറ്റി ഏരിയ, ഏറ്റവും ഇന്നർ ഏരിയ, അതിന്റെ അന്തർഭാഗത്തെ ആ സാങ്ക്ടം സാങ്ക്ടോറിയം നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു എക്കോളജിക്കൽ ഏരിയ ഉണ്ട്. രണ്ടാമത്തേത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളത്, പിന്നെ മോഡറേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഇങ്ങനെ 3 അദ്ദേഹം തിരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ മലയോര കർഷകർ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അതായത് കലാകാലങ്ങളായി നമ്മുടെ ആളുകൾ വെട്ടിപ്പിടിച്ച സ്ഥലമാണ്. അല്ലാതെ അത് ഫോറസ്റ്റ് ലാൻഡായിട്ട് പണ്ടേ മാർക്ക് ചെയ്തിരുന്നതാണ്. 30% ഫോറസ്റ്റ് കേരളത്തിനുണ്ടായിരുന്നതാണ്. അതിപ്പോ 20 ഉണ്ടെന്നാണ് റെക്കോർഡ്. പക്ഷെ 15 പോലും കാണില്ല എന്നുള്ളതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതൊക്കെ. അത് പറഞ്ഞ ആളുകൾക്ക് ദേഷ്യം വരും. നിങ്ങൾ മൃഗത്തിനോടാണോ സ്നേഹം അതോ മനുഷ്യനാണോടാണോ എന്നൊക്കെ ചോദിക്കും. ഇത് ഗാഡ്ഗിൽ ഇതാണ് പറഞ്ഞത്. നിങ്ങൾ ഈ ലോല പ്രദേശത്തിനെ ഇനിയെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിൽ, ഇവിടെ ഒരു തുരങ്കമൊക്കെ നിർമ്മിക്കാന്ന് പറഞ്ഞാൽ അത് മണ്ണിനും ആ ഭൂപ്രകൃതിക്ക് തന്നെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു പർവ്വതത്തിന്റെ അടി കൂടെ ഒരു തുരങ്കം നമ്മൾ നിർമ്മിക്കുക എന്ന് പറയുന്നത്, അതും അതിന്റെ അവിടെ ഒരു പാത ഉണ്ടാക്കി നമ്മൾ മുകളിലോട്ടൊക്കെ പോകാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നിർമ്മാണം ഒരു നെസസിറ്റി അല്ലേ സാർ? അല്ലേ? ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ നമ്മള് എന്താണ് നമ്മുടെ നെസസിറ്റി എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയം ശസ്ത്രക്രിയ ചെയ്താണോ മാറ്റേണ്ടത് അതോ മരുന്ന് കഴിച്ചാണോ മാറ്റേണ്ടത് എന്ന് ചോദിക്കുന്ന പോലെയാണ്. നമ്മുടെ ചോയ്സാണ്. നിങ്ങളുടെ ഹൃദയം തുറന്ന് ഇപ്പം മാറ്റാമെന്ന് ഒരാൾ പറയും, വേറൊരു ഡോക്ടർ പറയാണ് ഞാൻ തരുന്ന ഗുളിക കൊണ്ട് നിങ്ങൾക്ക് 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഇരുന്നാൽ നിങ്ങളുടെ ഹൃദയം തുറക്കാതെ തന്നെ കീറാതെ തന്നെ ഞാൻ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളതാണ്. നമുക്ക് ഇച്ചിരി സ്ലോ ആകുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ സമ്മതിക്കില്ല. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം. അതാണ് ഈ കോൺഫ്ലിക്റ്റ് വരുന്നത്. നമ്മുടെ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് ഈ ഒരു തുരങ്കമല്ല, അദ്ദേഹം പറയുന്നത് ഓരോ കിലോമീറ്ററിലും ഈ പശ്ചിമഘട്ടത്തിന് ക്വാറികൾ ഉണ്ട്. ഈ പശ്ചിമഘട്ടം എങ്ങനെയാ ഇരിക്കുന്നത്? പശ്ചിമഘട്ടം ഇരിക്കുന്നത് മണ്ണുകൊണ്ടല്ല, നിരവധി പാറക്കെട്ടുകൾ രൂപാന്തരപ്പെട്ടിട്ടാണ്. ഈ പാറക്കെട്ടുകൾ എങ്ങനെയാ ഉണ്ടാകുന്നത്? നമ്മുടെ ജിയോളജിസ്റ്റുകൾ പറയുന്നത്
2.5 ലക്ഷം വർഷം കൊണ്ടാണ് ഒരു പാറ രൂപാന്തരം പ്രാപിക്കുന്നത്. മണലുകൾ ഇറങ്ങി ഇങ്ങനെ രൂപം പ്രാപിക്കാൻ 2.5 ലക്ഷം വർഷമാണ്. നമ്മൾ 2000 AD ആണ് ഇപ്പം കഴിഞ്ഞത് അല്ലേ, 2026 നമ്മൾ നിൽക്കുന്നത്. ഇത് 2.5 ലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ കുറ്റുപിടിച്ച പോലെ ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ വെട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗാഡ്ഗിലിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞത്, അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിനോട് നാട്ടുകാർ പറഞ്ഞു, സാർ ആ ക്വാറി ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന കോൺട്രാക്ടറുടെ എന്നല്ല പറയുന്നത്, സാർ അത് കോൺഗ്രസ്സുകാരുടെയാണ്. ഇതാരുടെയാ? ഇത് മാർക്സിസ്റ്റുകാരുടെയാണ്, അത് BJP-ക്കാരുടെയാണ്, മറ്റേത് കേരള കോൺഗ്രസ്സുകാരുടെയാണ്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു തുരങ്കം മാത്രമല്ല. ഈ തുരങ്കത്തിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിപ്പം ചൂരൽമലയിലെ ദുരന്തമൊക്കെ നടന്ന് വളരെ എക്കോളജിക്കലി പ്രശ്നമായിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വീണ്ടും തുരങ്കം ഉണ്ടാക്കുന്നത്. ഇതിന് പുറമെ വയനാട് എന്ന് പറയുന്ന പ്രദേശം മുഴുവൻ പല വിധത്തിൽ കോൺക്രീറ്റ് ജംഗിളുകളായി കഴിഞ്ഞു. ടൂറിസത്തിന്റെ പേരിൽ നമ്മൾ എക്കോളജിയെ നോക്കാതെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടത്തി കഴിഞ്ഞു. അതൊക്കെ കാശ് കൊടുത്തും മറ്റു വിധത്തിലും ഒക്കെ നമ്മൾ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടത്തി. ഇപ്പോൾ തമിഴ്നാട്ടിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നമ്മൾ പോയി നോക്കിയാൽ അറിയാം. അവിടെ കൊടൈക്കനാലൊക്കെ, പണ്ടത്തെ കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വിറയ്ക്കും അവിടെ ചെന്ന്. അതെല്ലാം പോയി. കാരണം വെച്ചാൽ മുഴുവൻ കോൺക്രീറ്റ് ജംഗിളായി കഴിഞ്ഞു. കോൺക്രീറ്റ് ജംഗിളാകുമ്പോൾ ഇത് പകല് ചൂട്, രാത്രിയാകുമ്പം ഇതിന്റെ കോൺക്രീറ്റിൽ പിടിക്കുന്ന ചൂടും കൂടെ വന്നിട്ട് അതിങ്ങനെ വിസ്ഫോടനം ഉണ്ടായി അവിടെ ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ ആയി കൊണ്ടിരിക്കുകയാണ് വയനാടും നമ്മുടെ പൊന്മുടിയും മൂന്നാറും തേക്കടിയും ഒക്കെ. മനസ്സിലായില്ലേ? അപ്പൊ ആ മാറ്റങ്ങളെ അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞു. ഇതിപ്പോ ഓരോ കിലോമീറ്ററിലും 2 കിലോമീറ്ററിലും ഇങ്ങനെ ക്വാറികൾ വന്നിട്ട് ഈ ക്വാറികളെല്ലാം 2.5 ലക്ഷം വർഷം കൊണ്ടുണ്ടായ ആ പാറക്കെട്ടുകളെ നമ്മളിങ്ങനെ തുറന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി എടുത്താൽ ഇതൊരു മൺകൂനയായാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ മുല്ലപ്പെരിയാറിനേക്കാൾ വലിയ ഒരു ദുരന്തത്തിനുള്ള സാധ്യത. മുല്ലപ്പെരിയാർ വന്നാൽ ഒരെണ്ണേ പൊട്ടുള്ളൂ, ഒരു പ്രദേശത്തിന്റെ ഇതേ പോകുള്ളൂ എന്നാണ് പറയുന്നത്. അതും മറ്റ് അണക്കെട്ടുകളെല്ലാം ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് അങ്ങനെയല്ല. ഇത് മൊത്തം ഷെയ്ക്കായി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീണാൽ ഉണ്ടാകുന്ന ഭീകരാവസ്ഥ അത് ചിലപ്പോൾ കുറേശ്ശെ ആയിരിക്കും, ഓരോ സ്ഥലത്തായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പൊ ഇടുക്കിയിൽ ദുരന്തം ഉണ്ടാകുന്നു, വയനാട് ദുരന്തം ഉണ്ടാകുന്നു, മറ്റു സ്ഥലങ്ങളിൽ ദുരന്തം. നമ്മളിങ്ങനെ ഓരോ വർഷവും ഓരോ ദുരന്തങ്ങൾ കേട്ട് TV-യിൽ കണ്ട് ആസ്വദിക്കുകയാണ് പലരും. പക്ഷെ ആസ്വദിക്കേണ്ട അധിക നാളെന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. ഇത് TV കണ്ടുകൊണ്ടിരിക്കുന്നവനും ദോഷം വരുന്ന വിധത്തിലേക്ക് ഈ മണ്ണിടിഞ്ഞ് വീഴാം ഒരു ദിവസം. കേരളം എന്ന് പറഞ്ഞാൽ ഭൂപ്രദേശത്തിന് തന്നെ ഭാവിയിൽ ദോഷമുണ്ടാകുന്ന വിധത്തിലേക്ക് നിങ്ങൾ ഈ വെസ്റ്റേൺ ഘാട്സിനെ പരിരക്ഷിച്ചില്ലെങ്കിൽ അങ്ങനെ ആയിപ്പോകാം. കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ പരശുരാമൻ മഴുവെറിഞ്ഞതാണ് കേരളം ഉണ്ടായതാണ് കേരളം എന്ന് പറയുന്നെങ്കിലും ജിയോളജിക്കലി പറയുന്നത് ഇതിങ്ങനെ ചില തുരുത്തുകൾ ഉണ്ടായിരുന്നത് എമർജ് ചെയ്ത് കാലാകാലങ്ങളിലായി എക്കൽ വന്നടിഞ്ഞ് ഈ തുരുത്തിൻ്റെയൊക്കെ സൈഡിലടിഞ്ഞ് അങ്ങനെ ഉണ്ടായ ഭൂമിയാണ് കേരളം എന്നുള്ളതാണ്. അപ്പം ഇത് എപ്പോൾ വേണോ തിരിച്ചിത് കടലിലേക്ക് വീണ്ടും മുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ ഘാട്സിൻ്റെ ഒരു പരിരക്ഷ നമുക്ക് വളരെ പ്രധാനമാണ്. അതല്ലെങ്കിൽ വെസ്റ്റേൺ ഘാട്സിലെ മണ്ണും കൂടെ ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള നാശങ്ങളുണ്ടാവാം, കാലാവസ്ഥ മഴ കിട്ടാതാവാം, പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതിവൃഷ്ടി ചിലപ്പോൾ വരാം ചില സന്ദർഭങ്ങൾ. കാരണം കടലിൽ ഇപ്പോൾ ഇപ്പോഴത്തെ രീതി അങ്ങനെയാണല്ലോ, മേഘവിസ്ഫോടനം ഉണ്ടായിട്ടാണ്. അപ്പം ആ മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ പാറക്കെട്ടുകൾ ഈ സഹ്യപർവ്വതത്തിനെ ഇങ്ങനെ തടഞ്ഞു വെച്ചില്ലെങ്കിൽ ആ മൺകൂന ഇടിഞ്ഞ് തന്നെ നമുക്ക് പല ഭാഗങ്ങളിലും വലിയ ദുരന്തങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വെസ്റ്റേൺ ഘാട്സ് എന്ന് പറയുന്നത് അതൊരു മലനിരയല്ല. എപ്പോൾ വേണോ വലിയ ശക്തമായ മഴ പെയ്താൽ ഇടിഞ്ഞ് താഴേക്ക് വരാവുന്ന മൺകൂനയായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് മാധവ് ഗാഡ്ഗിൽ കണ്ണ് അടച്ചത്. അപ്പം അദ്ദേഹം നമുക്കായി തന്ന വാക്കുകൾ ഇപ്പോഴും ഇവിടെ മുഴങ്ങിക്കേൾക്കുകയാണ്. പക്ഷെ അതാരും വകവയ്ക്കുന്നില്ല. നമ്മൾ 3 ടയർ സംവിധാനത്തിൽ പല സോണുകളായി തിരിക്കണമെന്ന് പറഞ്ഞതോ ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിനെ വെള്ളം ചേർക്കാനായിട്ട് നമ്മൾ സ്വാമിനാഥൻ റിപ്പോർട്ട് കമ്മീഷൻ വെച്ചിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി നമ്മളതിനെ ഡൈല്യൂട്ട് ചെയ്തു. കാരണം ഇപ്പോൾ ഇരിക്കുന്നവരൊക്കെ, അതായത് കാട് വെട്ടിപ്പിടിച്ചവരും മല വെട്ടിപ്പിടിച്ചവരും ഒക്കെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന വിധത്തിൽ ഇനിയും വേണമെങ്കിൽ വെട്ടിക്കയറുന്നെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ നമ്മൾ കാര്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗാഡ്ഗിൽ അപ്പൂപ്പൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദുരന്തം അരികെ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.